ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അയില ഫ്രൈയുടെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയിലയിലേക്ക് ഒരു മാറ്റി നമുക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ലേശം മല്ലിപ്പൊടിയും ഒരു ലേശം മഞ്ഞൾപ്പൊടിയും ഇത്തിരി കുരുമുളക് പൊടിയും വെളുത്തുള്ളിയും ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചിയും ചതച്ചത്, വെളുത്തുള്ളി ഒരു 3-4 വെളുത്തുള്ളിയും ഒരു ലേശം ഇഞ്ചിയും കൂടെ ചതച്ചത്, ഉപ്പുമായിട്ട് എണ്ണ കുറച്ചൊഴിച്ച് മിക്സ് ചെയ്യണം. നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമ്മൾ നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണമേ. ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം. അപ്പോൾ ആ എണ്ണയൊക്കെ ഒഴിക്കുമ്പോഴത്തേക്ക് ഒരു മണം തന്നെ അരപ്പിലേക്ക് വരുവേ, നല്ലൊരു മണം വരും അരപ്പിന്. അപ്പം നമ്മൾ അതിലേക്ക് നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കണേ. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, എല്ലാവർക്കും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അയില ഫ്രൈയുടെ റെസിപ്പിയാണ്. ഇതുപോലെ നമുക്ക് വേറെ മെത്തേഡിലൊക്കെ അയില ഫ്രൈ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ച് നമ്മളൊരു 10-15 മിനിറ്റ് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ഇത്തിരി സമയം നമ്മൾ വെക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുവേ. അപ്പം എന്നിട്ട് നമ്മൾ എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച് ആ അരപ്പിനകത്ത് ഒന്ന് വിരകിയ ഒരു 3 കഷ്ണം, 2-3 കഷ്ണം വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് കൊടുക്കണം. അപ്പോൾ നല്ല സ്മെല്ല് കിട്ടും. മീൻ പൊരിക്കുന്നതിന് ഒരു പ്രത്യേക വാസന മൊത്തത്തിൽ കിട്ടും. എന്നിട്ട് നമ്മളൊരു വശം ഒരു 10 മിനിറ്റ് വെന്തിട്ട് തിരിച്ചിട്ട് നമ്മുടെ കുറച്ച് നമുക്ക് മനസ്സിലാവേ നല്ല രീതിയിലൊരു ബ്രൗൺ നിറമാവുന്നവരെ നമ്മൾ മുരിച്ചിട്ടെടുക്കണേ. നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.